നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ പറ്റാതെ അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊരു 10-20 മിനിറ്റ് ഉണ്ട്. പലർക്കും അത്രയും നേരം കാണാനും പറ്റുന്നില്ല. എന്തായാലും അന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും കൂടെ പങ്കുവയ്ക്കണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതായത് ആടുജീവിതം എന്ന സിനിമ ഞാൻ കാണുമ്പോൾ അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു 2019-ലോ 20-ലോ ആണ് ഞാൻ സമീർ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ കാണുന്നത്. അപ്പം സമീറിൻ്റെ ആടുജീവിതമാണ് റഷീക്ക സംവിധാനം ചെയ്ത സമീർ എന്ന സിനിമയിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ആടുജീവിതമാണ്. അദ്ദേഹം 1998 അബുദാബിയിൽ പോവുകയും അവിടെ തൻ്റെ തന്നെ കുരുത്തക്കേടുകളും പ്രശ്നങ്ങളും കൊണ്ടാണ് അവിടുന്ന് അറബി ശിക്ഷിച്ച് ഒരു ക്യാമ്പിലേക്ക് വിടുന്നത്. അവിടെ വലിയ ക്രൂരമായ മൃഗീയമായ പീഡനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായ സമയങ്ങളുണ്ട്. ഈ ഒരു സിനിമ ഒരുപാട് അംഗീകാരങ്ങൾക്ക് പാത്രമായതാണ്. പക്ഷെ പലരും അത് അറിയാൻ ആയിട്ട് സാധിച്ചില്ല. ഒരുപക്ഷെ ആടുജീവിതം എന്ന് പറയുന്ന ബ്ലസ്സിയുടെ ചിത്രത്തിൻ്റെ പോലെ ഒരാൾ നല്ല ഒരു ഇൻവെസ്റ്ററെ ഒരു പ്രൊഡ്യൂസറെ അതിന് കിട്ടിയിരുന്നെങ്കിൽ, അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ സമീർ എന്ന് പറയുന്ന ആ ഒരു സിനിമ വൻ വിജയമായി മാറിയേനെ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഒരു നോവലാണ് റഷീക്ക തൻ്റെ തന്നെ ജീവിതം അതിനകത്ത് വരച്ചു കാട്ടുന്നത്. അതായത് അബുദാബി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കൃഷി പഠിപ്പിക്കാൻ, അറബികളെ കൃഷി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 6 ഏക്കറിനടുത്ത് അവർക്ക് 5-6 ഏക്കർ വെച്ചിട്ട് പതിച്ചു കൊടുക്കും. അതിനകത്ത് കൃഷി ചെയ്യാനുള്ള പണം സർക്കാർ കൊടുക്കും. കൃഷി ചെയ്ത് എന്തുണ്ടാക്കിയാലും അത് സർക്കാർ തന്നെ വിലയ്ക്ക് വാങ്ങിക്കും. പക്ഷേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അമിതമായ വളവും കീടനാശിനിയും ഉപയോഗിച്ചത് കൊണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, സർക്കാർ തന്നെ ഇത് വാങ്ങി കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഇവരുടെ വില കൊടുത്തത് തൂക്കി മേടിച്ച് വെച്ച് കൊണ്ടുപോയി മരുഭൂമിയിലേക്ക് ഇത് കൊണ്ടുപോയി ചുമ്മാ തട്ടുകയാണ് ചെയ്യുന്നത്. വളരെ ദയനീയമാണ്. കാരണം ഇത് കൃഷി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കുന്നവന് ഇത് കാണുമ്പോൾ ആ കൃഷിക്കാരൻ സ്വന്തം പ്രേടമല്ല എങ്കിൽ പോലും ഒരു ജോലിക്കാരൻ എന്ന നിലയ്ക്ക് കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരാൾക്ക് അത് ദയനീയമായ ഒരു ഹൃദയഭേദകമായ ഒരു കാഴ്ച തന്നെയാണ്. റഷീക്ക പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ വണ്ടിയിൽ കയറി പോവുകയും അവിടെ കൊണ്ടുപോയി ഈ തക്കാളി കൊട്ടിക്കളയുന്നത് കണ്ട് വേദനിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. സിനിമയിലേക്ക് അദ്ദേഹം ഈ നോവല് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് അതിനകത്ത് വരച്ചു കാട്ടുന്നത്. പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോൾ അതിനാനുപാതികമായിട്ടുള്ള രസക്കൂട്ടുകൾ അദ്ദേഹം അതിൽ ചേർത്തു എന്നുള്ളത് പ്രശംസാർഹമാണ്. അത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിലെ ഒരു അറബി പെണ്ണിനെ, അവിടെയുള്ള ഒരു അറബി പെണ്ണിനെ കഫീലിൻ്റെ മോളെ സ്നേഹിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അത് ശരിക്കും യാഥാർത്ഥ്യ ജീവിതത്തിലുള്ളതല്ല. പക്ഷെ കാഴ്ചക്കാരന് ഇമ്പമാകുന്നതിന്, അത് എന്താ പറയുന്നത്, ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചില രസക്കൂട്ടുകൾ മാത്രമാണത്. പിന്നെ മറ്റൊന്ന് നോക്കിയാൽ ഇപ്പം ആടുജീവിതത്തിൽ നമ്മുടെ നജീബ് എന്ന കഥാപാത്രം സ്പോൺസർ അല്ലാത്ത ഒരാൾ വന്ന്, കമ്പനി വിസയിൽ വന്ന ഒരാളെ സ്പോൺസർ അല്ലാത്ത ഒരാൾ വന്ന് വിളിച്ചു കൊണ്ടുപോയി ക്രൂരമായിട്ട് രഹസ്യമായിട്ട് താമസിപ്പിച്ചു വരുന്നൊരു കാഴ്ചയാണ്. വളരെ ഹൃദയഭേദകമായിട്ട് നമുക്കത് അവതരിപ്പിക്കാം. പക്ഷെ സമീർ എന്ന കഥാപാത്രത്തിൽ റഷീഖാന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് റഷീഖാന്റെ തന്നെ കയ്യിരിപ്പ് കൊണ്ടാണ്. റഷീദ് പാറയ്ക്കൽ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ തന്നെ മർക്കട മുഷ്ടിയും തൻ്റെ ഇടവും ഒക്കെ കാണിച്ചത് കൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നമ്മളത് സിനിമ കാണുമ്പോൾ വളരെയേറെ നമുക്കത് വേദന ഉളവാക്കുന്ന ഒന്നാണ്. 2, അത് ഓർത്തിരിക്കാനായിട്ട് ഇന്നും കഴിയുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ആടുജീവിതവും അതേപോലെ തന്നെ നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിപ്പിച്ചതിന് ശേഷം ആ കഥാപാത്രത്തെ എൻ്റെ വേദനകൾ നമ്മളിലേക്ക് പകർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് വൻ വിജയമായി മാറിയേനെ. ആളുകൾ കണ്ടു എന്നുള്ളതല്ല, നമ്മുടെ ഹൃദയത്തിലേക്ക് ആ വേദനകൾ പകരാൻ സാധിച്ചു എന്നുള്ള ഒരുപാട് ആളുകൾ അത് പറയുന്നുണ്ട്. പക്ഷെ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ, ചെറിയ ഒരു ബഡ്ജറ്റിൽ എടുത്ത ഒരു പടമാണ്. വളരെ തുച്ഛമായ എമൗണ്ടിന് ഭക്ഷണവും വെള്ളവും ഒക്കെ ചുരുക്കി എന്ന് പറഞ്ഞതുപോലെ എടുത്ത ഒരു പടമാണ് സമീർ എന്ന് പറയുന്ന പടം. അത് ഗൾഫിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ദുബായിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഈ സ്ഥലങ്ങളിൽ ഏറെക്കുറെ പോയി ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. ആ ഒരു സിനിമയ്ക്ക് നല്ലൊരു ഇൻവെസ്റ്ററെ, ഒരു പ്രൊഡ്യൂസറെ കിട്ടിയിരുന്നെങ്കിൽ, നല്ല രീതിയിൽ അത് മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് വൻ വിജയമായി തിയേറ്ററിൽ ഒരു ഹിറ്റായി മാറേണ്ട ഒരു പടമാണ്. എന്നാൽ അതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പൃഥ്വിരാജിനെ പോലെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരാൾ അതിനകത്ത് വന്നിട്ടില്ല. ഒരു പുതുമുഖമാണ് അഭിനയിച്ചതെങ്കിൽ കൂടി
സമീർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ എന്തുകൊണ്ട് പ്രേക്ഷകന് കാണുന്ന ആ സിനിമ കണ്ട ആൾക്ക് അത് എന്തുകൊണ്ട് ഏറ്റെടുക്കാനായിട്ട് സാധിച്ചു? കാരണം ആ അവതരണ ശൈലി തന്നെയാണ് അതിനകത്ത്. കാരണം സമീറിന്റെ പ്രണയവും സമീറിന്റെ നാട്ടിലെ ജീവിതങ്ങളും, സമീർ പിന്നെ അവിടുന്ന് കയറി ഗൾഫിൽ വരുമ്പോൾ അവൻ്റെ ഓർമ്മകളും ആഗ്രഹങ്ങളും, നസി എന്ന് പറയുന്നത് തൻ്റെ കാമുകിയെ കാണാനുള്ള ആ ഒരു വേദനയും ഒക്കെ നമ്മുടെ വേദനയായിട്ട് എങ്ങനെയോ മാറ്റപ്പെടുന്നു. അതാണ് ആ സിനിമയുടെ വിജയമായിട്ട് വന്നത്. മറ്റൊരു കാര്യം അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ അതായത് മരക്കാർ ഉൾപ്പെടെ പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ, പിന്നെ വാസന്തി, അങ്ങനെ കുറേ ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങളോടൊപ്പം ദേശീയ പുരസ്കാരത്തിന്റെ ഫൈനൽ റൗണ്ടിൽ 17 ചിത്രങ്ങളോടൊപ്പം, മലയാള ചിത്രങ്ങളോടൊപ്പം അവിടെ അത് എത്തപ്പെട്ടു എന്നുള്ളത് അത് വെറുതെ നമുക്ക് പറയാനായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നൊരു, നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമല്ല. ദേശീയ പുരസ്കാരത്തിൽ അത് എത്തുക എന്ന് പറയുന്നത് ആ ഒരു സിനിമ, ആ സിനിമയ്ക്ക് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് എഫക്റ്റുകളും അല്ലെങ്കിൽ അതിൻ്റെ ഫൈനാൻസ് കുറച്ചുകൂടി അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് അത് എടുക്കാൻ കഴിയുമായിരുന്നു. കുറച്ചുകൂടെ ഗ്രാഫിക് വർക്കുകളും മറ്റുമൊക്കെ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. വളരെ തുച്ഛമായ ഒരു തുകയ്ക്ക് എടുത്ത ഒരു സിനിമയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സമീർ എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ചാണ്. പക്ഷെ ആടുജീവിതം വെച്ച് നോക്കിയാൽ നമ്മൾ എവറസ്റ്റും നമ്മുടെ വീട്ടിലെടുത്ത ഒരു ചേനയ്ക്കും വാഴയ്ക്കും ഒക്കെ എടുക്കുന്ന ഒരു കൂനയും പോലെയാണ് സമീറും ആടുജീവിതവും എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പ്രതിയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന ആ ഒരു ബുക്ക്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ആടുജീവിതം എന്ന് പറയുന്ന ദ ഗോട്ട് ലൈഫ് എന്ന് പറയുന്ന ഈ സിനിമ വരുന്നത് തന്നെ. പക്ഷേ വളരെ ചെറിയ ബഡ്ജറ്റിലെടുത്ത ആ ഒരു ചെറിയ പടം അത് ഇത്തരം പുരസ്കാരങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റും. നാളെ ആടുജീവിതം എത്തത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ദേശീയ പുരസ്കാരങ്ങൾ കിട്ടാം, ഓസ്കാർ കിട്ടൊക്കെ ശരിയായിരിക്കാം. പക്ഷെ അവതരണ ശൈലിയിൽ ഞാൻ കണ്ടിട്ട് ഇത്രയും ദിവസമേ ആയുള്ളൂ. നീ വീഡിയോ എടുക്കുമ്പം ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ആ ഒരു സിനിമ മൊത്തത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും മാഞ്ഞു പോയി എന്നുള്ളതാണ് എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ആടുജീവിതത്തിൽ കണ്ട ഒരു കഥാപാത്രം പോലും നമ്മളെ പിന്തുടരുന്നില്ല എന്നുള്ളത് ഒരു നഗ്നസത്യം തന്നെയാണ്. അതേസമയം സമീറിൽ നോക്കിയാൽ അതിനകത്ത് മമ്മൂക്കായി അവതരിപ്പിക്കുന്ന ആ ഒരു ചെറിയ അപ്പൻ്റെ റോളിൽ വന്ന ഒരു ചെറിയ ഒരു ജീവിതം, ഒരു കഥ, നാട്ടിൽ ഉള്ള ഇത്, അതുപോലെ നസി എന്ന് പറയുന്ന കഥാപാത്രം, ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മളിലെ ഒന്ന് കാണികളെ ത്രസിപ്പിക്കുന്ന തരത്തിലൊരു, അവനെ ഇഷ്ടപ്പെടുത്തുന്ന തരത്തിൽ സമീർ എന്ന് പറയുന്ന, റോഷൻ എന്ന് പറയുന്ന പുതുമുഖം അഭിനയിച്ച സമീർ എന്ന് പറയുന്ന കഥാപാത്രം കഫീലിന്റെ മകളെ പ്രണയിക്കുന്ന ആ ഒരു ചേരുവ അതിൽ കൊണ്ടുവന്നത്, അത് നമ്മൾ കണ്ടിരിക്കുമ്പോൾ വളരെയേറെ നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് സമീർ അവിടെ ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ പോയിട്ട് നമുക്കൊരു ഇഷ്ടപ്പെടാൻ എല്ലാവരുടെയും മനസ്സിലുണ്ട് അങ്ങനെ ഒരു ഇഷ്ടം. എവിടെയെങ്കിലും ചെല്ലമ്മ സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുന്നു, ഇഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യ സഹജമാണ്. അപ്പോൾ ആ ഒരു ചേരുമ്പടി അതിനകത്ത് കൊണ്ടുവന്നത് കുറച്ചുകൂടി നമുക്ക് ആ സിനിമയോട്, ആ കഥാപാത്രത്തോട് താല്പര്യം ഉളവാക്കാനായിട്ട് സാധിച്ചു. റോഷനും അതിനകത്ത് വളരെയേറെ 10-15 കിലോയാണ് റോഷൻ അതിനകത്ത് തടി കുറച്ച് ആ ഒരു പ്രാകൃതമായ ഒരു മുഖഭാവത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ട് തന്നെയാണ് അതിനകത്ത് ചെയ്തത്. പക്ഷെ മറ്റ് ഒരുപാട് പണം മുടക്കിയുള്ള വലിയ മേക്കപ്പ് സിസ്റ്റങ്ങളൊന്നും അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. സാധാരണ മേക്കപ്പുകളിൽ ബാക്കി പട്ടിണി കിടന്ന് ചെയ്ത, ശരീരത്തിൻ്റെ വെയിറ്റൊക്കെ കുറച്ച് ചെയ്ത ഒരു സിനിമയാണ്. ഇത്രയേറെ അത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. പ്രേം നസീർ പുരസ്കാരങ്ങൾ കിട്ടി. പിന്നെ വേറെ കുറേ ഇതൊക്കെ ഉണ്ട്. ഞാനത് സ്ക്രീനിൽ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യാം. ആ ഫൈനൽ റൗണ്ടിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ, ഈ ഒരു ചെറിയ ചിത്രം, ലോ ബഡ്ജറ്റിൽ ചെയ്ത ഒരു ചെറിയ ചിത്രം എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് അതിനകത്ത് മനസ്സിലാകുന്നത്, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ റഷീദ് പാറക്കൽ എന്ന് പറയുന്ന സംവിധായകനും അതിൻ്റെ അണിയറ പ്രവർത്തകരും അമ്പേ പരാജയപ്പെട്ടു എന്ന് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. ആ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒറ്റയിരുപ്പിന് ആരും കണ്ടുപോകും ആ സിനിമ. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു നല്ല ആർട്ടിസ്റ്റിനെ വെച്ച്, ഒരു മൂല്യമുള്ള, പ്രേക്ഷകരുള്ള അല്ലെങ്കിൽ ആരാധക വൃന്ദമുള്ള ഒരു ആർട്ടിസ്റ്റിനെ വെച്ചാണ് ആ ഒരു സിനിമ ചെയ്തിരുന്നതെങ്കിൽ വളരെ നിലയിൽ അത് വിജയമായി മാറിയേനെ. ഒരു തിയേറ്റർ ഹിറ്റായിട്ടത് മാറേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു. അത്രയേറെ പ്രേക്ഷകരിലേക്ക് അത് പകരപ്പെട്ട അവരുടെ വികാരങ്ങൾ, അഭ്രപാളിയിൽ നമ്മൾ കാണുന്ന ആ വികാരങ്ങൾ, അവരുടെ വിഷമങ്ങൾ നമ്മളിലേക്ക് പകരപ്പെട്ടു എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പുതിയ ചിത്രങ്ങൾ അത് റഷീദിൻ്റെ ആയാലും ബ്ലസ്സിയുടേതായാലും പ്രേക്ഷകന് അത് അവൻ്റെ ഉള്ളിൽ ഒരു ചലനം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ അതിലേക്ക് വരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്രപാളിയിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കൊണ്ടുവരാനാണ് ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പണ്ട് കാലത്തൊക്കെ അവാർഡ് സിനിമകളെന്നും പറഞ്ഞെടുക്കും അല്ലേ. ഒരു സംവിധായകൻ കാശ് മുടക്കുന്നു, ഒരു തരത്തിലും കാഴ്ചക്കാരനൊന്നും മനസ്സിലാകാത്ത രീതിയിൽ ഒരു സിനിമ എടുക്കുന്നു, നിർമ്മാതാവ് കടക്കയറി അയാൾ കുത്തുവാള എടുക്കുന്നു. അപ്പം അങ്ങനെയുള്ള സിനിമകൾ വന്നിട്ട് കാര്യമില്ല. കലാമൂല്യത്തോടൊപ്പം തന്നെ ധനലാഭവും അതിനകത്ത് നിന്ന് കിട്ടണം. കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് അതിനകത്ത് ബെനിഫിറ്റ് ഉണ്ടാകണം. മോണിറ്ററി ബെനിഫിറ്റ് ഇല്ലാതെ നമുക്ക് ഒരു പടം എടുക്കുന്നതിൽ അർത്ഥമില്ല. കാരണം സംവിധായകൻ ഉണ്ടായിട്ട് കാര്യമില്ല, നിർമ്മാതാവ് ഉണ്ടെങ്കിലേ സംവിധായകൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ തമിഴിൽ ഒരു നിർമ്മാതാവ് ഒരിക്കലും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പറയുന്നില്ല, അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, അസൽ കിടച്ചാൽ പോതുമേ പ്രൊഡ്യൂസർ ഇരുന്നാൽ തന്നെ ഇനി ഒരു പടം പിടിക്ക മുടിയും എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നുണ്ട്. പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ നമുക്ക് വീണ്ടും വീണ്ടും സിനിമകൾ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ എത്ര വലിയ ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര വലിയ സംവിധായകനുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ലാബുകൾ അല്ലെങ്കിൽ എഡിറ്റിംഗ് സ്റ്റുഡിയോകളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. പണം മുടക്കാൻ അതിനോട് പാഷനായിട്ടുള്ള നിർമ്മാതാക്കളുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ മുടക്കിയ കാശ് തിരിച്ചു കിട്ടിയാൽ, അദ്ദേഹം ആ വേദിയിൽ പറഞ്ഞത്, ഒരു നയൻതാരയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം അഭിനയിക്കുന്നതിന് ഇത്ര കോടി രൂപ, പിന്നെ ഒരു ദിവസം ഇത്ര ആർട്ടിസ്റ്റ് ഉണ്ട്, ആർട്ടിസ്റ്റിന് അസിസ്റ്റന്റുമാരുണ്ട് നയൻതാരയുടെ കൂടെ. അപ്പം അത്രയും അസിസ്റ്റന്റുമാർ ഒരു ദിവസം 15,000, 25,000, 30,000 ഒക്കെ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ എത്ര കോടി രൂപ അഡീഷണൽ ചെലവ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ദുർച്ചെലവുകൾ കുറച്ചിട്ട് കൂടുതൽ സിനിമകൾ വന്നാൽ അതിൻ്റെ ഗുണം ആർട്ടിസ്റ്റുകൾക്കും ഇൻഡസ്ട്രിക്കും തന്നെയാണ്. നമ്മളെ പോലുള്ള കാഴ്ചക്കാർക്ക് വളരെ നല്ല സിനിമകൾ അതിൽ നിന്ന് കിട്ടാനായിട്ട് ഒരുപാട് സിനിമകൾ നമുക്ക് കണ്ട് ആസ്വദിക്കാനുള്ളൊരു അവസരവും കിട്ടും. സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ എപ്പോഴും നമ്മൾ ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രേക്ഷകന് അത് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് കൊണ്ടുവരണം. രണ്ട്, നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ മുടക്കിയ പൈസയെങ്കിലും കിട്ടണം. മൂന്ന്, അത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. കലാമൂല്യമുള്ള ഒരാളെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കലാമൂല്യം നല്ല ശരിക്കും എൻ്റെ വാക്ക് എനിക്ക് കിട്ടുന്നില്ല, വെച്ചാൽ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നടനാണ് സമീർ എന്ന് പറയുന്ന ചിത്രത്തിൽ അഭിനയിച്ചിരുന്നതെങ്കിൽ ആടുജീവിതത്തിനൊപ്പം തന്നെ അതും ഹിറ്റായിട്ട് മാറേണ്ടതായിരുന്നു. നാളെയാണെങ്കിലും ഇതുപോലെയുള്ള സിനിമകൾ എടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സമീർ എന്ന് പറയുന്ന സിനിമ അതെനിക്ക് ഒരുപാട് ഇഷ്ടം തന്ന ഒരു സിനിമയാണ്. അദ്ദേഹത്തെ കെട്ടിയിട്ട് തല്ലുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് അടികൊള്ളുന്നത് പോലെ ഒരു ഫീൽ അതിനകത്ത് വരുന്നുണ്ട്, ഇല്ലെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. വളരെയേറെ അടുപ്പവും ഇഷ്ടവും തോന്നിയ ഫ്രെയിമുകളാണ് അതിനകത്ത് പലതും. ഒരു നാടൻ പ്രണയം, അത് വളരെ ലളിതമായിട്ട്, കാരണം ഒരുപാട് ലൊക്കേഷനുകളിൽ പോയി നല്ല പാട്ടുകൾ ഭാവനയ്ക്കനുസരിച്ച് ചിത്രീകരിക്കാനൊന്നും ഉള്ളിൽ സാമ്പത്തികം ഇല്ലായിരുന്നു. സാമ്പത്തിക പരിമിതിയിൽ നിന്നുകൊണ്ട് ആ ചുറ്റുപാടിൽ നിന്ന് അത് ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ആ പടം ദേശീയ പുരസ്കാരത്തിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതേസമയം ആടുജീവിതം അത് എത്തുവാണെങ്കിൽ അത് എന്താ പറയുന്ന, വലിയ വീട്ടിൽ പിറന്ന, അല്ലെങ്കിൽ ഇപ്പം എന്താ ഈ നടന്മാരുടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ളവരുടെ മക്കള് സ്റ്റാറായിട്ട് മാറുന്നത് പോലെ ഫാസിലിൻ്റെ പാച്ചിക്കാട് മോൻ ഫഹദ് അവനെ ഉന്തിത്തള്ളി ആദ്യം കൊണ്ടുവന്ന് സിനിമയിൽ അഭിനയിപ്പിച്ചു. പിന്നീടാണ് അവൻ അമേരിക്കയിലൊക്കെ പോയി പഠിച്ചിട്ട് തിരിച്ചു വന്ന് ഫഹദ് നല്ല ആക്ടറായിട്ട് മാറി. ആദ്യത്തെ സിനിമ കണ്ടു കഴിഞ്ഞാൽ, കയ്യത്തും ദൂരത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പറ്റത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. പള്ളിക്കിട്ട് പിടിച്ച് തല്ലുന്ന പോലെ ഞങ്ങളൊക്കെ വിളിച്ച് പാച്ചിക്കായോട് വിളിച്ച് പരാതി പറഞ്ഞിട്ടുള്ള, എന്തുപറ്റി പാച്ചിക്ക ഇത് എന്നാ ഒരു ഇതാണെന്ന് ചോദിച്ചിട്ടുള്ളതാണെന്ന്. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല. നമ്മൾ പുറത്തു നിന്നൊരാൾ വന്ന് അത് ചെയ്യുമ്പോഴത്തേക്ക്, ഇൻഡസ്ട്രിയിലുള്ള ഒരാളുടെ ഒരു മകനോ മകളോ അല്ലെങ്കിൽ ആ ഒരു ആളുകളോ മക്കളോ സംവിധാനം ചെയ്തോ അഭിനയിച്ചതായിട്ടുള്ള ഒരു സിനിമ, അത് ചിലപ്പം അതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടായെന്ന് വരാം. പക്ഷെ അതിന് പുറത്തു നിന്നൊരാൾ വന്നത് ചെയ്യുമ്പോൾ ലോ ബഡ്ജറ്റിൽ ചെയ്തിട്ട് ഇത്രയേറെ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് സമീർ എന്ന് പറഞ്ഞ സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആടുജീവിതം അതിനകത്ത് എത്തുവാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ തന്നെ ആ ഒരു സാഹചര്യത്തിൽ അത് വളർന്നു വലുതായി അല്ലെങ്കിൽ അത് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു എഫക്റ്റ് മാത്രമേ ആടുജീവിതത്തിന് ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും രണ്ട് സംവിധായകന്മാരും അവരുടേതായ രീതിയിൽ അത് ചെയ്തു ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഫ്യൂച്ചറിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിൽ, പ്രേക്ഷകൻ്റെ അത് കാണുന്ന ഭാഷ അറിയാത്ത, നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഷോലെ എന്ന് പറയുന്ന സിനിമയൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്താ രാജ് കപൂറിൻ്റെ സിനിമകൾ കാണുമ്പോൾ ആ പാട്ടുകളോട് നമുക്ക് ഹിന്ദി അറിയത്തില്ല,
പക്ഷേ നമ്മൾ തന്നെ അതിന് കുറേ അർത്ഥങ്ങളൊക്കെ കണ്ട് നമ്മുടെ ഭാവനകൾ അർത്ഥങ്ങളായിട്ട് ആ പാട്ടുകൾക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ആ പാട്ട് പാടിക്കൊണ്ട് നടന്നൊരു കാലമുണ്ട് അല്ലേ. എൻ്റെയൊക്കെ ചെറുപ്പത്തിലും ഒക്കെ ഞാൻ ഒരുപാട് ഹിന്ദി പാട്ടുകൾ പാടുമായിരുന്നു, പക്ഷെ എൻ്റെ അർത്ഥം അറിയത്തില്ല. അപ്പം അങ്ങനെയാണ് ഫാദറിൻ്റെ അടുക്കെ എൻ്റെ ചാച്ചൻ്റെ അടുക്കെ പറയുന്നത്, നീ ഹിന്ദി സിനിമ കാണ്. വീട്ടിൽ ടി വി വന്നത് വളരെ വൈകിയാണ്, നമുക്ക് ആ കാലഘട്ടത്തിലൊന്നും ടി വി ഇല്ല. ടി വി വന്ന ആ ഒരു സമയത്ത് കേരളത്തിൽ ദൂരദർശൻ പ്രക്ഷേപണം തുടങ്ങിയ സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള സിനിമകൾ പ്രക്ഷേപണം, മലയാള സിനിമ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലും കണ്ടൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് അത് തുടങ്ങി. ഈ വീട്ടിൽ നമ്മൾ ടി വി വരുന്നൊരു സമയം, അപ്പോൾ ദൂരദർശനിൽ ഡൽഹിയിൽ നിന്ന് സിനിമകൾ, പഴയ അംജദ് ഖാൻ്റെ അമിതാഭ് ബച്ചൻ്റെയൊക്കെ സിനിമകൾ, രാജേഷ് ഖന്ന, അതുപോലെ തന്നെ ശത്രുഘ്ൻ സിൻഹ, ഇങ്ങനെ ഒരുപാട് പേരുടെ ഹേമാൽ, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് അഭിനയിച്ച സിനിമകൾ അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് വരും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല കളറ് ഒക്കെ എല്ലാം വരും. ഈ സിനിമകളിരുന്ന് അങ്ങനെയാണ് ഞാൻ ഹിന്ദി പഠിച്ചതും. ഫാദറാണ് എൻ്റെ ചാച്ചനാണ് എനിക്ക് അതിനൊരു പ്രചോദനം തന്നത്. ഞാൻ ഹിന്ദി പഠിച്ചത് കൂടുതലും അങ്ങനെയാണ്, സിനിമയിൽ നിന്നാണ്. സിനിമ കണ്ടാണ് ഹിന്ദി, തമിഴ്, തെലുങ്കൊക്കെ പഠിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ കാണുന്ന പല കഥാപാത്രങ്ങളും ഹിന്ദിയാണ്, ഭാഷ അറിയത്തില്ല, പക്ഷെ നമ്മൾ കണ്ടിരുന്നു പോകും. നമ്മൾ ആ അവരുടെ ഇമോഷൻസൊക്കെ ഒരു പരിധിവരെ നമ്മളെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും. ഇത് ആടുജീവിതം എന്ന് പറയുന്ന ഒരു മലയാള സിനിമയായിട്ട് കൂടി ഇത്രയേറെ പിറകിലേക്ക് അത് പോയി എന്നുള്ളത് ദുഃഖകരമായൊരു കാര്യം തന്നെയാണ്, നഗ്നസത്യമാണത്. അവിടെ സമീർ എന്ന് പറയുന്ന കഥാപാത്രം വളരെ പരിമിതമായ ചുറ്റുപാടുകളിൽ എടുത്ത ഒരു സിനിമ, ആ ഒരു സിനിമ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത്, നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യവുമല്ല. എന്തായാലും പുതിയ സിനിമകൾ ധാരാളം എല്ലാത്തരം സംവിധായകന്മാരിൽ നിന്നും ഉണ്ടാകട്ടെ. സംവിധാനം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മാർക്കറ്റ് വാല്യൂ നോക്കണം, പ്രേക്ഷകന്റെ ഇഷ്ടം നോക്കണം. വിജയിച്ച ഏത് കഥാപാത്രത്തെ നിങ്ങൾ നോക്കൂ, അവിടെ നമ്മൾ പിന്തുടരുന്നുണ്ട്. ആ കഥാപാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആ കഥാപാത്രം വിജയത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് അത് നമുക്ക് ഇഷ്ടപ്പെടുകയും നമ്മളതിനെ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.